മുഖം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു 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 ക്ലീനിങ് വർക്ക് നടക്കുമ്പോൾ ഞാനതിന് കൂടിയെന്നിരിക്കും. അത് വേറെ ആരെയും കയ്യിലെടുക്കാനല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് മരം വെട്ടുന്നതിന് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാരണം. മരം വെട്ടുന്നത് നിങ്ങൾ ആരെയും ചാനലുകാരെ കണ്ട് ഫോട്ടോയിൽ വരാൻ വേണ്ടിയിട്ടല്ല. മരം വെട്ടി ശീലിച്ച ആളാണ് ഞാൻ. ഞാൻ കുട്ടിക്കാലത്ത് ബാലവേല ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ ഒരു ദിവസം ഒരു ഫംഗ്ഷന് പോയത് ബാലവേല നിരോധനത്തിനെതിരെയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ ബാലവേല നിരോധനത്തിനെതിരെയുള്ള മീറ്റിംഗിൽ ഒരു കളക്ടർ പങ്കെടുക്കുമ്പോൾ കളക്ടർക്ക് കഴിഞ്ഞകാല ഏടുകൾ മറച്ചു വെച്ചുകൊണ്ട് അവിടെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ 2 വിരലുകൾ കുട്ടിക്കാലത്ത് കൂലിപ്പണിക്ക് പോയിട്ട് മുറിഞ്ഞ വിരലുകളാണ്. ഇത് രണ്ടും ഡോക്ടർമാരക്കാലത്ത് തുന്നിച്ചേർത്ത് വെച്ച വിരലുകളാണ്. ഈ വിരലുകളുടെ മുറിപ്പാടുകൾ തടവിയിട്ട് ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുക? നിരന്തരം പട്ടിണി കിടക്കുന്ന, ഭക്ഷണത്തിനോട് ആർത്തി പൂണ്ട പട്ടിണി കിടക്കുന്ന ഒരു ബാലൻ വേലയ്ക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാവില്ലേ ചെയ്യുന്നത്? നമ്മൾ ബാലവേലയ്ക്കെതിരെ വെറുതെ പോലീസ് എടുത്ത് നടപടി എടുക്കും, സ്കൂളിൽ കൊണ്ട് എന്താ കാര്യം? കുടുംബത്തെ സാഹചര്യം അതാണ്. അപ്പൊ ഞാനൊരിക്കലും അത് പറഞ്ഞു, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ബാലവേലയുടെ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ബാലന്റെ കാര്യം പറയണ്ടേ? ആ നിലയ്ക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊന്നും ആരെയും നൊമ്പരപ്പെടുത്താനും പറയുന്നതല്ല. അപ്പൊ അങ്ങനത്തെ വേദികളിലും പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആ കാലത്തെ ബാലനായി മാറിപ്പോ ആ കളക്ടറാണെന്നൊക്കെ മറന്നുപോകും. ചിലപ്പോ നൊസ്റ്റാൾജിയ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം ആ ജോലി ചെയ്യാൻ നമുക്ക് തോന്നും. നമുക്ക് അങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ സഹകരിക്കാൻ തോന്നും. അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ തോന്നും. ഇന്നലെ കളക്ടറേറ്റിന് മുമ്പിലെ ക്ലീനിങ്ങിൽ ഞാൻ എന്റെ പോലീസുകാരെ ഉപയോഗിച്ചത്. അവരുടെ ഔദ്യോഗിക വസ്ത്രം മാറ്റി വെപ്പിച്ചിട്ട് ഞാൻ അവരുടെ ലുങ്കി എടുത്തു വരാൻ പറഞ്ഞു. ഞാനും ഉണ്ടായിരുന്നു. ഈ പോലീസുകാർ അവരുടെ ജോലി ചെയ്തു. അവർക്ക് എന്റെ കൂടെ തോക്കുമായി വന്നാൽ മതി. പകരം ലുങ്കി എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ ഡ്രൈവറും പോലീസുകാരും. അപ്പൊ അവരവിടെ അങ്ങനെ പറയണമെങ്കിൽ എന്നിലെ മറ്റേ പഴയ ബാലിനിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഏതെങ്കിലും വേദിയിൽ വെച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഞാനത് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് അങ്ങനെ പറയാൻ കഴിയൂ. സത്യം മാത്രമല്ലേ പറയാൻ കഴിയുള്ളൂ ഒരു സംശയത്തിന്റെ കാര്യത്തിൽ. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് സാറെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കഴിഞ്ഞ 30 വർഷമായി ലീവ് എടുക്കാത്തൊരു സർക്കാർ. തീർച്ചയായും ലീവ് എടുക്കാണ്ടിരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഗസ്റ്റഡ് ഓഫീസറായ നാള് മുതൽ ലീവ് എടുക്കാണ്ടിരിക്കാനുള്ള അതിന് മുമ്പ് ലീവ് എടുക്കാണ്ടിരിക്കാനുള്ള കാരണം അത് ഇനിയിപ്പോ പറഞ്ഞാല് പൊക്കി പറയാന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്ക് ഗസ്റ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് ലീവ് എടുത്താല് സ്ലിപ്പ് വരാനൊക്കെ സമയമെടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ശമ്പളത്തിന്റെ വരവ് ചിലപ്പോ നിന്ന് പോയെന്നിരിക്കും. സത്യത്തിൽ അതിനെ ഭയന്നിട്ടാണ്. ജോലി ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠനം രസകരമാക്കുന്ന രൂപത്തിൽ ജോലി ചെയ്യുക എന്നുള്ള രസകരമായ ഒരു അനുഭവം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കും എന്നോട് വെറുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പോഴും എന്റെ ഓഫീസിൽ രസകരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 20 ക്യാഷ് ലീവ് ഉള്ളതിൽ കൊല്ലത്തിൽ 1-2 ക്യാഷ് ലീവ് എടുത്തെങ്കിലായി. വല്ല കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് മാക്സിമം 1-2 കിട്ടിയെങ്കിലായി. ബാക്കി 10-18 ഞാൻ സർക്കാരിന് കൊടുക്കും. പുറമെ ശനിയും ഞായറും അവധി ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും ഞാനതും ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും വയനാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോ നമ്മുടെ വയനാട് ജില്ലയിലെ ഇപ്പോ സാറുടെ നേതൃത്വത്തിൽ എന്തെല്ലാം വികസന പരിപാടികളാണ് മുന്നോട്ട് ഉദ്ദേശിക്കുന്നത്? വികസന പരിപാടികൾ ഒരുപാട് സംഗതികളുണ്ടല്ലോ. വയനാടിന്റെ വികസനം എന്ന് വെച്ചാല് സമഗ്രമായ വികസനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. വികസനം വേറൊരു കാര്യം എന്ന് വെച്ചാല് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലാണ് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സംഗതികൾ ഒരുങ്ങി വരുന്നുണ്ട്. അതിൽ എവിടെയൊക്കെയോ തട്ടി നിൽക്കുകയാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. ഒന്ന് നമ്മുടെ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്ററിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തലായിരുന്നു. ഇവിടെ വന്ന ഉടനെ എന്നെ ഏൽപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോ അതിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടെത്തുകയും അത് ബഹുമാനപ്പെട്ട എന്റെ മുൻഗാമി ഗോപി സാറിന്റെ കാലത്താണ് ആ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയത്. 1-2 സ്ഥലങ്ങൾ ഞാനുള്ളപ്പോഴും ആഡ് ചെയ്തു. അങ്ങനെ 10ഓളം ലൊക്കേഷൻസ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായി. അപ്പോഴത്തെ സാർ പോയി. ഞാൻ വന്നപ്പോഴാണ് ശ്രീത്ര അവരുടെ ഡയറക്ടർ സംഘവും ഇവിടെ പരിശോധനയ്ക്ക് വരുന്നത്. ആ സംഘം വന്ന് പരിശോധന നടത്തുകയും എല്ലാ സ്ഥലങ്ങളിലും ഇത് നിങ്ങൾ പത്രക്കാരെ കണ്ടു കാണും. 2-3 ദിവസങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ട് അവര് 2 സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എല്ലാം ഇപ്പൊ സർക്കാരിന് മുമ്പിലാണ്. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് 2500ഓളം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. 200 ഏക്കർ സ്ഥലമാണ് അതിനകത്ത്. ഈ സ്ഥലത്തിന്റെ വിസ്തൃതി സംബന്ധിച്ച് അവരൊരു കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പൊ ഒരു 200 ഏക്കർ തന്നെ വേണം.
അതിന് അവര് ഇഷ്ടപ്പെട്ട സ്ഥലം ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ മറ്റ് സംഗതികളൊക്കെ ഗവൺമെന്റിൽ നിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാനില്ല. അത് വന്നു കഴിഞ്ഞാല് ധാരാളം വികസന കാര്യം 2500 കോടി എന്ന് പറയുമ്പോൾ കോടി കറൻസി നോട്ടായിട്ട് കാണരുത്. അത്രയും രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ജനങ്ങളിലേക്ക് വരുന്ന പണമാണത്, പല തൊഴിൽ രൂപത്തിലൊക്കെ ആയിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് വാര്യാട് എസ്റ്റേറ്റിന്റെയാണ്. അതിനെയും ഈ പറഞ്ഞ മാതിരി ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം സാറ് ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരും കൂടെയാണ്. ഞാൻ കോഴിക്കോട്ടുകാരനാണ്, ഞാൻ അവിടെ ADM ഒക്കെ ആയിരുന്ന ആളാണ്. ആ നിലയ്ക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വഴി ഞാൻ കേട്ടത് അതിന് 4500 കോടി രൂപ ആണ് ഈ മുട്ടിലുള്ള വാര്യാട് എസ്റ്റേറ്റ് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അത് ഒരു സംസ്ഥാനത്തിന് ഒരു സെന്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിന് ലഭിച്ച ആ സെന്റർ വയനാടിനാണ്. അതുപോലെ തന്നെ 3 ഇന്ത്യയിൽ രണ്ടാമത്തെ സ്ഥാപനമാണ്. അതും കേരളത്തിൽ ലഭിച്ചത് വയനാട്ടിലാണ് വരുന്നത്. വരുന്നതോടുകൂടി വയനാട് പ്രതീക്ഷിക്കാതെ വയനാട് തൊഴിൽ മേഖലയിൽ ധാരാളം. ഇപ്പൊ നിങ്ങളെ ഈ സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു അപ്പാരൽ സ്ഥാപനം. അത് എന്റെ സ്വന്തം ക്രിയേഷനാണ്. ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ILFS ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. ഈ 5ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസമുള്ള 18നും 35നും ഇടയ്ക്ക് പ്രായമുള്ള ആർക്കും വന്ന് ഈ 20 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞാല് സ്ഥിരം ജോലി കിട്ടുന്ന സംഭവമാണ്. ഇപ്പൊ 5 ടീമിനൊറ്റ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞു. 40 പേർക്ക് ട്രെയിൻ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. സാധാരണ നമ്മൾ തുന്നൽ പരിശീലനം എന്നാണ് പറയുക. ഇത് 20 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞാല് സ്ഥിരം ജോലിയാണ്. അപ്പോ ഒരാളുടെ പ്രയാസം കൊണ്ട് ഏതോ തരത്തിൽ വിദ്യാഭ്യാസം ലഭിക്കാണ്ട് പോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥിരം ജോലി കിട്ടാൻ ഒരു 4000 രൂപ ശമ്പളം ഒന്നും ഇന്നത്തെ കാലത്ത് മോശമൊന്നുമല്ല. ഒരു 5ാം ക്ലാസ്സുകാരനൊക്കെ കിട്ടാൻ ശമ്പളം തന്നെയാണ്. അപ്പൊ 5ാമത്തെ ബാച്ച് വരുന്ന 7ാം തീയതി ഇവിടുന്ന് വീണ്ടും പോവാണ്. അപ്പൊ അതൊരു കാര്യം. അങ്ങനെ പിന്നെ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് 2009 ബഡ്ജറ്റ് സ്പീച്ചിലാണ് ഇടുക്കിക്കും വയനാടിനും വേണ്ടിയിട്ടാണ് സ്മോൾ എയർ സ്ട്രിപ്പ് എന്ന നിലയ്ക്ക് 50 ഏക്കർ സ്ഥലം കണ്ടെത്താൻ വേണ്ടി 5 കോടി രൂപ വകയിരുത്തിയുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ അതിനും ഇവിടെ ഒരു 10ഓളം സ്ഥലം കണ്ടുപിടിച്ചു. അതിനുള്ള ഫയലുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. വാര്യാട് എസ്റ്റേറ്റിന്റെ ലാൻഡ് അക്വിസിഷൻ വർക്ക് മുഴുവൻ തീർത്തു കഴിഞ്ഞു. ഇനി റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയും ബാക്കിയില്ല. ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ചില കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അത് കഴിയുന്ന മുറയ്ക്ക് ഈ ഭൂമി എടുക്കാവുന്ന പൊസിഷനിൽ അതാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിന്റെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. അതിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ ഒരു ഇതുണ്ട്, കൺസൾട്ടൻസി ഉണ്ട്. അവർക്ക് ഒരു 7 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എയർക്രാഫ്റ്റ് വന്നിട്ട് ഇതിന്റെ സൂട്ടബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇവിടെ വരാൻ പോകുന്ന സംഗതികളാണ്. അതിനധികം താമസമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു